എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ്. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടിപ്പം 2 ദിവസമായി. പക്ഷേ ഇത് ന്യൂ ഇയറിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ 2 ദിവസം ലേറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പം കുറേ ആയി, ഇപ്പം 3-4 മാസങ്ങളോളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് വോയിസ് ഓവറും കൊടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം കുറേ ആയി. അപ്പം ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പം ഇന്ന് മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നോർമൽ ഡേ പോലെ തന്നെ പോയതാണ്. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ്, അങ്ങനെ ന്യൂ ഇയർ അങ്ങനെയൊന്നുമില്ല. അപ്പം പിന്നെ ഇതാ രാവിലെ പല്ല് തേപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം ഫുഡിൻ്റെ പരിപാടി നോക്കണം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് തന്നെയൊക്കെയല്ലേ പറയുക, ഇവിടെയൊക്കെ നമ്മൾ അത് തന്നെ കേട്ടോ പറയുക. അപ്പം അത് മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് ഞാനത് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ്. ഇന്ന് ചപ്പാത്തി ആക്കുന്നുണ്ട്, പിന്നെ പത്തിലും മുരിങ്ങേൻ്റെ ഇലക്കറിയും ആട്ടോ ആക്കുന്നത്. അപ്പം നമ്മൾ പത്തിലുണ്ടാക്കുമ്പോൾ ഒന്നുകിൽ മുട്ടക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കും, അല്ലെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ മുരിങ്ങയിലക്കറിയോ അതാട്ടോ അധികവും പത്തിലുണ്ടാവാറ്. അപ്പം കുറേ ആയിട്ടോ വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് ഇപ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു കുക്കിംഗ് വീഡിയോസ് തന്നെ തുടങ്ങാമെന്ന്. പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ നിന്ന് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ അധികം സംസാരിക്കുക നമ്മൾ നോർമലി എല്ലാവരോടും സംസാരിക്കുന്ന പോലെ സംസാരിക്കും. പക്ഷേ ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോസ് എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല സത്യം പറയാൽ. അധികം യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ചിട്ട് സംസാരിക്കുന്നതും, അപ്പോൾ അവരെ സംസാരിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. പക്ഷെ എനിക്ക് അതുപോലെ ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഞാനിനി മുതൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് സംസാരിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നെക്കൊണ്ടത് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ എന്താ ഞാനിപ്പം സംസാരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഇതുവരെ ഞാനിങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാണ്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നല്ലപോലെ ഒന്ന് സംസാരിച്ചിട്ട് വീഡിയോസൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ടിട്ട് നമുക്ക് ഫസ്റ്റിലത്തെ ഡേ നമുക്ക് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. നമ്മുടെ തലേ ദിവസം ഉണക്കിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തുണികളിങ്ങനെ മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടേക്കും, പിറ്റേന്ന് മടക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ തലേ ദിവസത്തെ തുണി അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ വർഷമൊക്കെ അല്ലേ, അപ്പം വിചാരിച്ചു മടിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ തുണിയൊക്കെ അന്നന്ന് തന്നെ മടക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഫസ്റ്റിലത്തെ കുറച്ച് ദിവസമേ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് അധികം ഉണ്ടാവൽ. എല്ലാവരും പറയും നമുക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അങ്ങനെ ഞാനും വിചാരിക്കാറുണ്ട്. പക്ഷേങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മറന്ന് പഴയ പോലെ തന്നെ ആവും. അപ്പോൾ ഇതാ പിന്നെ ഇനിയിപ്പം ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ മട്ടൻ ഉണ്ടായിരുന്നു, അപ്പോൾ മട്ടൻ കറിയും നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ്. മട്ടൻ ഫസ്റ്റ് ഒന്ന് കുക്കറിലിട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട്
നല്ലോണം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ സവാള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിലാട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ വെച്ചാൽ എല്ലാവരും പറയും പ്രത്യേക ഒരു ടേസ്റ്റാന്നൊക്കെ പറയും. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിക്കൊന്നുമില്ല. നമ്മൾ വെക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ടൊന്ന് പുറത്തൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് MRLൊക്കെ ഒന്ന് കയറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.